നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് തരിക. രണ്ട് കൈകൊണ്ടും നമുക്ക് പിയാനോ വായിക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ കീബോർഡ് വായിക്കുവാനായിട്ടുള്ള ലെസണുകളാണ് എല്ലാ ഞായറാഴ്ചയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അത് നേരത്തെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൈകൊണ്ടും പിയാനോ അല്ലെങ്കിൽ കീബോർഡ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ലെസണുകൾ പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ്. സപ്തസ്വരങ്ങൾ ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നാമത്തെ പാഠമായ മ്യൂസിക് ലാൻഡ് എന്ന പാഠം കണ്ട് അതിന് ശേഷമുള്ള ദ പാറ്റേൺസ്, റൺഅവേ റിവർ, ആ 3 പാഠങ്ങൾ കവർ ചെയ്തതിന് ശേഷം വേണം 4ാമത്തെ പാഠമായ ട്രാഫിക് ഓഫിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ദ ട്രാഫിക് ഓഫ് എന്ന ലെസനാണ്. അപ്പം ഈ ലെസൻ്റെ ടൈം സിഗ്നേച്ചർ എന്ന് പറയുന്നത് 2/4 ആണ്. ഒരു ബാറിൽ 2 സെക്കൻഡ്സ് വെച്ചാണ് വരുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. സപ്തസ്വരങ്ങൾ ഉപയോഗിച്ചാണ് പറയുന്നത്. അത് നമുക്ക് സായുടെ പൊസിഷൻ ഒന്ന് വായിക്കാം. സായുടെ പൊസിഷൻ എന്ന് പറയുന്നത് സാരി ഇത്രയാണ് സായുടെ പൊസിഷൻ, അല്ലെങ്കിൽ സി പൊസിഷൻ എന്ന് നമുക്കിതിനെ വിളിക്കാം. വലത് കൈയുടെ സി പൊസിഷനാണ് ഞാൻ വായിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം. സായിൽ തം ഫിംഗർ സാ, ചൂണ്ടുവരല് രീല്, നടുവരല് ഗായില്, മൂതിരവരല് മായില്, ചെറുവരല് പായില്. എല്ലാ ദിവസവും ഈ പൊസിഷൻ പ്രാക്ടീസ് ചെയ്യണം. ഒന്നാമത്തെ ബാർ എന്ന് പറയുന്നത് എഴുതിയെടുത്തോളൂ. ഒരു ബാറിൽ 2 അക്ഷരമേ ഉള്ളൂ. ഗ ഗ സാ കഴിഞ്ഞിട്ട് ഒരു ദീർഘമുണ്ട്. ആ ബാർ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ 2 ബാറായി. 3ാമത്തെ ബാർ എന്ന് പറയുന്നതും ഇതിൻ്റെ തന്നെ ആവർത്തനമാണ്. ഗ ഗ സാ. ഇപ്പോൾ 1ാമത്തെ ബാറ് ഗ ഗ, 2ാമത്തെ ബാറ് സാ. ഇപ്പോൾ 3ഉം 4ഉം ബാറുകൾ അത് ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം ഞാനത് മൊത്തമായിട്ടൊന്ന് വായിക്കാം. 1 2 3 4 ബാറുകൾ. 1 2 1 2 1 2 1 2. ഗ ഗ സാ ഗ ഗ സാ. മനസ്സിലായല്ലോ? ഇനി 2ാമത്തെ ലൈൻ. 1ാമത്തെ ലൈൻ കഴിഞ്ഞ് 1ാമത്തെ ലൈനിൽ 4 ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. 2ാമത്തെ ലൈൻ എന്ന് പറയുന്നത് രീ രീ, 2 രീ. 2ാമത്തെ ബാറ്, 2ാമത്തെ ലൈനിൻ്റെ 2ാമത്തെ ബാർ. 2ാമത്തെ ലൈനിൻ്റെ 1ാമത്തെ ബാർ എന്ന് പറയുന്നത് രീ രീ. 2ാമത്തെ ലൈൻ ഗ രീ. ഓക്കെ. 3ാമത്തെ ബാർ എന്ന് പറയുന്നത് സാ ഗ. 4ാമത്തെ ബാർ എന്ന് പറയുന്നത് പാ കഴിഞ്ഞ ഒരു ദീർഘം വരുന്നുണ്ട്. അപ്പം 2ാമത്തെ ലൈനിൽ 4 ബാറുകൾ വരുന്നുണ്ട്. അതേതാണെന്ന് നമുക്ക് നോക്കാം. രീ രീ ഗ രീ സാ ഗ പാ. മനസ്സിലായല്ലോ? അടുത്തത് 3ാമത്തെ ലൈൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ വായിച്ചത് തന്നെയാണ്. ഗ ഗ സാ ഗ ഗ സാ രീ രീ ഗ രീ സാ ഗ സാ. ലാസ്റ്റിൽ മാത്രമേ ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ പാ വായിച്ചെടുത്ത് നമ്മളിവിടെ
സാ വായിക്കുന്നു. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ലൈൻ നമ്പർ 1. ഗ ഗ സാ ഗ ഗ സാ രി രി ഗ രി സാ ഗ പ ഗ ഗ സാ ഗ ഗ സാ രി രി ഗ രി സാ ഗ സാ. ഇത്രയാണ് വലത് കൈയിൽ വരുന്ന നോട്ടുകൾ. 4 ലൈനുണ്ട്. 4 ലൈനോടെ വരുമ്പം 16 ബാറുകൾ വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ലൈനിൻ്റെ ആവർത്തനമാണ്. 4ാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ലാസ്റ്റ് ബാറിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിയിട്ട് പഠിക്കുക. ഇതങ്ങനെ തന്നെ പല ആവർത്തി കുറഞ്ഞത് ഒരു 100 പ്രാവശ്യമെങ്കിലും വായിക്കണം വലത് കൈയുടെ ഈ നോട്ടുകൾ. ഇനി നിങ്ങൾ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം. കീബോർഡ്, ഗിറ്റാറ്, വയലിൻ, വായ്പ്പാട്ട് എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 10 520 887. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 860 630 74 51. അപ്പോൾ വിളിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇടത് കൈയുടെ നോട്ട് നോക്കാം. അതായത് ആദ്യം നമുക്ക് ഇടത് കൈയുടെ സൈഡ് പൊസിഷൻ നോക്കാം. എന്നിട്ട് നമുക്ക് ഒന്നാമത്തെ ബാർ ഇടത് കൈയുടെ സാ 2 ബീറ്റ് വരുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ബാർ എന്ന് പറയുന്നത് ഗ ഗ, മൂന്നാമത്തെ ബാർ സാ ഗ ഗ. അപ്പോൾ 4 ബാറായി. ഒന്നാമത്തെ ലൈനിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. 4 ബാറുള്ള വരുന്ന ഒരു ലൈന് സാ ഗ ഗ സാ ഗ ഗ. ഓക്കെ. ഇനി രണ്ടാമത്തെ ലൈൻ വരുന്നത് മാ 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 ഗ സാ ഗ. അടുത്തത് മൂന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് ആദ്യത്തെ പോലെ തന്നെയാണ്. സാ ഗ ഗ സാ ഗ ഗ മാ 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 ഗ മാ ഗ. ആ ലാസ്റ്റിൽ മാത്രം വരുന്നു ഗ പ ഗ. ബാക്കിയെല്ലാം പഴയ തന്നെയാണ്. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. അടുത്ത കയ്യിൽ സാ ഗ ഗ സാ ഗ ഗ മാ 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 ഗ സാ ഗ. വീണ്ടും സാ ഗ ഗ സാ ഗ ഗ മാ 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 ഗ മാ ഗ. ഇത്രയാണ് ഇടത് കൈക്ക് വരുന്ന നോട്ടുകൾ. ഇടത് കൈ പറയുന്ന പോലെ 100 പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ വലത് കൈയുടെ നോട്ടുകൾ 100 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. ഇടത് കൈയുടെ നോട്ടുകൾ 100 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. ഇനി നമുക്ക് ഈ പാഠം 2 കൈ കൊണ്ടൊന്ന് വായിച്ച് നോക്കാം. നിങ്ങൾ ആദ്യം നമ്മൾ വായിച്ച വലത് കൈക്ക് വായിച്ചത് എന്താണ്? ഗ ഗ സാ എന്നാ വായിച്ചത്. അപ്പോൾ നമുക്ക് ഇടത് കൈക്ക് ഗ ഗ എന്ന് പറയുമ്പോൾ ഇടത് കൈയിൽ സാ മറിച്ച് പിടിക്കണം. ഗ ഗ
സാന്ന് ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ 2 ഇടത് കൈക്ക് ഗ എന്ന് വായിക്കണം. വീണ്ടും ഇത് തന്നെ ഒന്നുകൂടെ ആവർത്തിക്കണം. ഇവിടെ സാ മറിച്ച് പിടിക്കുമ്പോൾ വലത് കൈക്ക് ഒന്നുകൂടെ ഞാൻ വായിച്ച് പിടിക്കാം. അത് കഴിഞ്ഞിട്ട് രീതി എന്ന് വായിക്കുമ്പോൾ വലത് കൈക്ക് മാ എന്ന് വായിക്കണം. മാ 2 ബീറ്റ്. വലത് കൈക്ക് ഗ എന്ന് വായിക്കുമ്പോൾ ഇടത് കൈക്ക് പാ വായിക്കണം. രീന്ന് വായിക്കുമ്പോൾ മാ. ഇനി വന്നിട്ട് സാ ഗ പ നമുക്ക് വായിക്കണ്ട. അപ്പം ഈ സാ വരുമ്പം ഇടത് കൈക്ക് എന്ത് വരും? ഗ വരും. ഗ വരുമ്പം സാ വരും. ഇടത് കൈക്ക് സാ വരും. പാന്ന് വായിക്കുമ്പോൾ നമ്മൾ പാന്ന് വായിക്കുമ്പോൾ ഇവിടെ വീണ്ടും ഗ. രണ്ടാമത് വരുമ്പോൾ ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അത് നമുക്ക് നോക്കാം. ആദ്യത്തെ അതുപോലെ തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മൾ ഗ പ ഗ എന്നാണ് വായിക്കുന്നത്. അപ്പം വലത് കൈക്ക് സാഗാസ എന്ന് വായിക്കുമ്പോൾ സാന്ന് വായിക്കുമ്പോൾ ഇടത് കൈക്ക് ഗ. ഗ വായിക്കുമ്പോൾ പ. വീണ്ടും സായിലേക്ക് നമ്മൾ വരുമ്പോൾ ഗ. ഇങ്ങനെ വരും. അത് ഇത് വളരെ സൂക്ഷ്മതയോട് കൂടി വേണം നിങ്ങൾ പഠിക്കാൻ. നോട്ട് ആവശ്യമുള്ളവർ എൻ്റെ 7510-520-887 എന്ന് പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ നോട്ട് മലയാളത്തിൽ എഴുതി അയച്ചു തരാം. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ട്രാഫിക് കോപ്പ് എന്ന് പറഞ്ഞ ഈ പാഠം നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കാം. വീണ്ടും നമുക്ക് അടുത്ത ലെസണുമായി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ ബൈ.